ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? പെരുന്നാൾ എങ്ങനെ ഉണ്ടായിനി? പുറത്തെല്ലാം പോയാൽ നമ്മൾ പെരുന്നാളിനിടയിൽ പോയിട്ടില്ല കേട്ടോ. ഗസ്റ്റെല്ലാം ഉണ്ടായിനി. പിന്നെ ഗസ്റ്റെല്ലാം പോയി 3 മണിയാകുമ്പോൾ നമ്മൾ ഉറങ്ങി. പിന്നെ രാത്രി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, അത്രയേ ഉള്ളൂ. പിന്നെ ഇക്കാക്ക് 3 ഡേയ്സാണ് കേട്ടോ ഇത് ലീവ്. അങ്ങനെ ലാസ്റ്റ് ഡേ ചൊവ്വാഴ്ച ഒന്ന് പുറത്ത് പോയതാണ്. പുറത്തല്ല, ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോനും അതുപോലെ സെയ്യും കുറേ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയതാണ് കേട്ടോ. ഡെസേർട്ട് ഫാൾസ് എന്ന് പറഞ്ഞിട്ട് സൽവാർ റിസോർട്ടിലുള്ള ഒരു പാർക്കാണ്. ഒരു ജംഗിൾ തീമെല്ലാം പേര് പോലെ തന്നെ മരുഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ. ഇത് അടുത്ത് രാത്രി വ്യൂ ആണ്. നമ്മൾ വൈകുന്നേരമാണ് പോയത്. കുട്ടിക്ക് നല്ല അട്രാക്റ്റീവായിട്ട് ലെപ്പാഡും വാട്ടർഫോൾസെല്ലാം ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഇവിടെയുള്ള മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഗുഹൻ്റെ തീമാണ് കേട്ടോ. ഈ പാറയെല്ലാം തുരങ്കെല്ലാം ഉണ്ടാക്കൂലേ, ആ ഒരു തീമാണ്. പിന്നെ സ്ക്യൂബ ഡൈവിങ് ഉണ്ട്. സ്ക്യൂബ ഡൈവിങ് എല്ലാം അറബികളാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലുള്ളവരാണ് ചെയ്യുന്നത്. മലയാളികളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, കാരണം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഏരിയ കവർ ചെയ്യാൻ തന്നെ 400 റിയാലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ പുറത്തുനിന്ന് നോക്കാൻ തന്നെ നല്ല രസമുണ്ടായിനി. ഒരു ആർട്ടിഫിഷ്യൽ സീയും ആർട്ടിഫിഷ്യൽ പോണ്ടെല്ലാം എന്നിട്ട് ഇവർ കൺസെപ്റ്റ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ, കടലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഉണ്ടാവില്ല, അതുപോലെ പവിഴപ്പുറ്റും ഷിപ്പിൻ്റെ പാർട്സും അതുപോലെ തന്നെ പെട്ടി, അങ്ങനെ ഓരോ ഇതുണ്ടാവില്ലേ, പഴകിയ സാധനങ്ങളെല്ലാം അങ്ങനെ കടലിൻ്റെ അടിയിൽ എങ്ങനെയാണെന്നോ ഉണ്ടാവില്ല, ആ ഒരു തീമിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം നല്ല വെയിലും ഇതെല്ലാം ഉണ്ടായത്. നമ്മളും പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും, അവർ 2 കുട്ടികളാണ് കേട്ടോ. പിന്നെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആ വെയിലത്ത് അങ്ങോട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഈ ഒരു വെയിലത്ത് ഇങ്ങനെ ആളെല്ലാം ഉണ്ടാവുമോ എന്ന് ചോദിച്ച്. പക്ഷേ ഉള്ളിൽ കയറി വരാമെന്ന് മനസ്സിലായത് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിനി. നല്ല മലയാളികളെല്ലാം കുറവുണ്ടായിനി, പക്ഷേ മറ്റ് കൺട്രീസിലുള്ള ആൾക്കാരെല്ലാം നല്ലോണം ഉണ്ടായിനി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ലൊരു ജംഗിളിൻ്റെ ഉള്ളിലെല്ലാം കയറിയാലുള്ള ഒരു ഫീലാണ് കേട്ടോ. വാട്ടർഫോൾസ് എല്ലാം ആയിട്ട് എല്ലാം ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയതാണ്, എന്നാലും നല്ല പെർഫെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡെസേർട്ട് ഫാൾസ് എന്നാണ് പേര് പോലെ തന്നെ മരുഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ് കേട്ടോ. ഇത് എൻട്രൻസ് ആണ്. ഇവിടെ സ്വിമ്മിങ് സ്യൂട്ടും അതുപോലെ തന്നെ സ്വിമ്മിങ് ഗ്ലാസും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, റൂമിൽ തന്നെ ചേഞ്ചിങ് ഡ്രസ്സും എല്ലാം കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ കുട്ടികളും അതുപോലെ തന്നെ ഇക്കം ഫ്രണ്ടും മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മളൊന്നും വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഈദും അതുപോലെ തന്നെ ഔട്ടിങ്ങും അമ്യൂസ്മെൻറ്റ് പാർക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഇഷ്ടമുണ്ടാവില്ലേ. ഒരു ഏജ് പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ പുറത്തൊന്നും പോകാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. റൂമിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. അതുപോലെയാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ സ്ക്യൂബ ഡൈവിങ് ഇല്ലേ, ഇത് ഓരോ ഭാഗത്ത് പോകുമ്പം ഇതിൻ്റെ പോർഷൻസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആർട്ടിഫിഷ്യൽ സീൻ്റെ കുറേ ഏരിയാസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളെല്ലാം നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം അവർ ഫിഷല്ലേ ഇങ്ങനെ വാട്ടറിൻ്റെ അടിയിലെല്ലാം കാണുന്നത്. അപ്പം ഇങ്ങനെ ആൾക്കാരെല്ലാം കാണുമ്പോൾ അവർ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളും സെയ്യും യാറും എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് എൻട്രൻസ് ആണ്, ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഇതായതുകൊണ്ട് ഓഫറെല്ലാം ഉണ്ട് കേട്ടോ എൻട്രൻസിന്. പിന്നെ ഇവരെ സീലിങ്ങും കാര്യങ്ങളെല്ലാം വേണ്ട, വേറെ തന്നെ ഒരു വൈബാണ്. ഒരു ജംഗിൾ തീമെല്ലാം ആയതുകൊണ്ട് ഫ്ലോറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കണ്ട സ്കൂബ ഡൈവിങ്ങിൻ്റെ ഓരോ പോർഷൻസാണ് കാണുന്നത്. ഗ്ലാസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് നമുക്കും കൂടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവർ ആർട്ടിഫിഷ്യൽ സീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റൂ. പിന്നെ ചെറിയ ചെറിയ അക്വാറിയം പോലെയുള്ള കാര്യങ്ങളും ഉള്ളിലങ്ങനെ
നല്ല ചൂടില്ല കേട്ടോ. ഇവർ വാട്ടർ സ്പ്രേയും മറ്റ് ടെമ്പറേച്ചർ കുറക്കേണ്ട ടെക്നിക്സ് എല്ലാം ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ചില ഏരിയയിലൊന്നും സീലിംഗ് ഇല്ല, നേരെ ആകാശമാണ് കേട്ടോ കാണുന്നത്. എന്നാലും ചൂട് കുറവുണ്ട്. ഇടയ്ക്കിടെ ഈ വാട്ടർ സ്പ്രേ എല്ലാം ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവരെ കൺസ്ട്രക്ഷൻ കണ്ട നല്ലയില്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ. പിന്നെ കുറേ റൈഡ്സ് എല്ലാം ഉണ്ടായിന്, നമ്മളൊന്നിൽ കയറിയിട്ടില്ല കേട്ടോ. ഫ്രണ്ടും ഒരു റൈഡിൽ മാത്രം കയറിന്, ഒരു സ്നൈക്ക് റൈഡാണ് കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു സ്ലൈഡിങ് സാധനമില്ലേ, അതന്നെ. പിന്നെ ജംഗിൾ തീം ആയതുകൊണ്ട് തന്നെ സ്വിമ്മിങ് പൂളിലെല്ലാം ആനിമൽസ് ഇല്ലേ, വൈൽഡ് ആനിമൽസ് സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. വെള്ളത്തിൽ ഈ വൈൽഡ് ആനിമൽസിൻ്റെ സ്റ്റാച്യൂൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ കളിക്കുമ്പോൾ എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവർക്ക് 3 days ഇതിൻ്റെ ലീവ് കിട്ടിയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോകാൻ പറ്റിയത്. 1 day ലീവെല്ലാം ആണെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ചില കമ്പനിക്കെല്ലാം 10 ദിവസമല്ലേ ഇതിൻ്റെ ലീവ് കിട്ടും, നമ്മൾക്ക് 3 days ആണ്. പിന്നെ ഇവരെ കൺസ്ട്രക്ഷനെല്ലാം കണ്ട നല്ലയില്ലേ, മരം പോലെയും അതുപോലെ പാറ തരംഗം അതുപോലെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ രാജ്യക്കാരും ഉണ്ട്, ആഫ്രിക്കൻസ് അതുപോലെ അറബ്സ് അമേരിക്കൻസ് എല്ലാവരും ഉണ്ട്. മലയാളികൾ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം തന്നെ വെള്ളത്തിലിറങ്ങാത്തവർക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതില്ലേ പഫ്കി ലൈസ് ഒമാൻ ചിപ്സ് ബിസ്ക്കറ്റ് അതെല്ലാം കഴിച്ച് വിശപ്പടക്കി വെള്ളം കുടിച്ച്. പിന്നെ ഇത് സൈഗുവിൻ്റെ പ്രത്യേകതരം മിക്സിംഗ് ആണ് കേട്ടോ. ഈ ഒമാൻ ചിപ്സിൽ പഫ്കിയെല്ലാം ഇട്ടിട്ടുള്ള ഒരു മിക്സിംഗ് ആണ്, അത് ഭയങ്കര ടേസ്റ്റ് എന്നാണ് കേട്ടോ അവൾ പറയുന്നത്. അപ്പം അങ്ങനെയെല്ലാം തന്നെ. പിന്നെ രാത്രി പുറത്തുപോയി ഫുഡ് കഴിച്ചു കേട്ടോ. രാത്രി 8 മണി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക്. പിന്നെ ഇതെല്ലാം തന്നെ. പിന്നെ ഈ സ്ക്യൂബ ഡൈവിങ്ങില്ലേ, അത് ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയെല്ലാം തന്നെ ഇന്നത്തെ ദിവസം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.